നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഉള്ളപ്പോഴേലും മുടങ്ങാതെ വീഡിയോ ഇടണമെന്ന് കരുതും. പക്ഷെ ഇന്നലെ മിനിങ്ങാന്നും ഇപ്പൊ 3 ദിവസമായെല്ലാം വീഡിയോ ഇട്ടിട്ട് നല്ല തിരക്കായിരുന്നു. നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പം അതിന്റെയൊക്കെ പുറകെ കുറച്ച് നെട്ടോട്ടമായിരുന്നു. അതാണ് വീഡിയോ ഇല്ലായിരുന്നത്. അപ്പൊ എല്ലാവരും ക്ഷമിക്കുക. ഒരു 2 ദിവസം മുടങ്ങിയാലും പിറ്റേ ദിവസം തന്നെ നമ്മൾ വീഡിയോ ഇട്ട് തുടങ്ങുന്നതായിരിക്കും കേട്ടോ. അപ്പം എല്ലാവരും ലൈക്ക് അടിച്ച് കാണുക. നമ്മുടെ വീഡിയോക്ക് ലൈക്ക് കുറവാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഒരു ഇത്തിരിയും കൂടെ ഒക്കെ കൂടിയാലും നമുക്കൊരു വീഡിയോ ഇടാൻ ഒരു ഉന്മേഷവും എനർജിയൊക്കെ കൂടുള്ളൂ. അപ്പൊ എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് കാണാം. പിന്നെ മാക്സിമം കമന്റ് ഇടുക. എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ ഒരു ഹാപ്പി വീഡിയോ ആണ്. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതെ, ചക്കപ്പഴത്തിന്റെ ഒരു മണം വന്നല്ലോ. ഞാനിങ്ങനെ ഓർക്കുവായിരുന്നല്ലേ? പെട്ടെന്ന് മണം പിടിക്കുന്നത് തെറ്റിദ്ധരിക്കുന്നു. വേറെ എന്നാ ഉണ്ട് വിശേഷം? വിശേഷം എന്നാ ഉണ്ട്? ദുഃഖവെള്ളിയായിട്ട് എല്ലാവരും കൂടെ ഉറങ്ങാനുള്ള പ്ലാനിലായിരുന്നു. അപ്പൊക്കെ കണ്ട കിളി പാറിയിരിക്കണ ഉറക്കം വന്നിട്ട്. എന്തോ ഒരു ക്ഷീണമുണ്ട്. ഭക്ഷണമൊക്കെ കുറവാ. തരാഞ്ഞിട്ടാണോ വിശപ്പില്ലാഞ്ഞിട്ടാണോ തരാഞ്ഞിട്ടാണോ എനിക്ക് രാവിലെ 4-5 ഇഡലിയും സാമ്പാറും കഴിച്ചു. അപ്പൊ പിന്നെ നമുക്ക് ക്ഷീണമാവൂലോ. അപ്പൊ എനിക്ക് നല്ല ക്ഷീണമാ. ചാമ്പയ്ക്ക, പേരയ്ക്ക, മാങ്ങ അങ്ങനെ വല്ലതും ഉണ്ടോ? ഉണ്ടോന്നോ? അവിടെ പേരയ്ക്ക ഇല്ല, മാങ്ങ കണ്ണിമാങ്ങ ആയിട്ടുണ്ട്. ആണോ? ഇല്ല, കഴിഞ്ഞ പ്രാവശ്യം നിറച്ചുണ്ട്. കണ്ണിമാങ്ങ പറിക്കാൻ പറ്റും? നമുക്ക് എത്തുവോ? വേറെ അയലപ്പത്തെ പറമ്പിലൊക്കെ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. പറിച്ചാലോ? അത് വേണ്ട, ഒന്നും പറയത്തില്ല. ഇച്ചിരി വലുപ്പമായി. അച്ചാറിടാൻ വേണ്ടി, കണ്ണിമാങ്ങ അച്ചാറിടാൻ വേണ്ടി മുഴുവനായിട്ട്. അതിന്റെ പ്രായം കഴിഞ്ഞു. നോക്കി, അത് കിട്ടിയില്ല. കണ്ണിമാങ്ങ തീർത്ത് ചെറുത് കിട്ടിയിട്ട് കാര്യമുള്ളൂ അച്ചാറിടാൻ വേണ്ടി. ഇടയ്ക്ക് ഞങ്ങൾ അച്ചാറിട്ടോണ്ട് വരാൻ ജോസിയുടെ ഇടയ്ക്ക് വന്നാൽ വിളിച്ചാൽ തന്നെ. പക്ഷെ അന്ന് എനിക്ക് ക്ലാസ് ഉള്ള സമയമല്ല. ജോസിയേട്ടനും തിരക്കായിരുന്നു. ബാംഗ്ലൂരൊക്കെ പോകുന്നുണ്ട്. ബാംഗ്ലൂർ എല്ലാം ഓട്ടം വരുന്നുണ്ട്. കൊടൈക്കനാൽ പോയി കഴിഞ്ഞ അടിപൊളിയല്ലേ? നല്ല കാലാവസ്ഥ. ഗുണാക്കേവിലൊക്കെ നമ്മൾ ഇഷ്ടംപോലെ പോകുന്നില്ല. നല്ല AC ഒന്നും വേണ്ടല്ലോ അവിടെ. ശരിയാ. നമുക്ക് സൂയിസൈഡ് പോയിന്റ് ഒക്കെ പോയിട്ട് മഞ്ഞ കാണാം. മറ്റേ ഗുണാക്കേവിൽ പോയിട്ട് മഞ്ഞ. അത് ഓടിക്കുന്നുണ്ട് ആൾക്കാർ. പെൺപിള്ളേരെ അവരെന്തോ കഴിച്ചോണ്ടിരുന്നപ്പോ കുരങ്ങി എന്നിട്ട് കാറിക്കൊണ്ട് ഓടുവായിരുന്നു. കയ്യില് പിടിച്ചോണ്ടൊന്നും പോകാൻ പറ്റത്തില്ല. അന്നേരം തട്ടിപ്പറിച്ചോണ്ട് പോകും. കൂടിനകത്തിരുന്നാലും മേടിച്ചോണ്ട്. പിന്നെ അതിന്റെ മണ്ടയിൽ ഒരു വീക്ക് പോയിന്റ് കഴിഞ്ഞു. പിന്നെ അങ്ങോട്ട് കടത്തി പിടിയല്ല. നടന്ന് എങ്ങോട്ടാ? ഞങ്ങളെ ഇപ്പൊ എനിക്ക് പോകാൻ വേണ്ടി 2-3 ദിവസം കൂടെ ഉള്ളു. അപ്പൊ ഇവിടെ ഒന്ന് കുളിപ്പിക്കണം. അപ്പൊ നമ്മുടെ ആറ്റില് വെള്ളമൊക്കെ കുറഞ്ഞു. നേരത്തെ ഞാൻ ഇവിടെ ഉണ്ടായപ്പോ ഞങ്ങൾ എന്റെ കൂടെ ആറ്റിൽ പോയി ചാടുമായിരുന്നു വൈകിട്ടാകുമ്പോ. അപ്പം കുറെ നാളായി പെണ്ണെ ആറ്റിൽ കൊണ്ടുപോയി കുളിപ്പിച്ചിട്ട്. ആറ്റിൽ പോകണമെങ്കിൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നും നീന്തി പടഞ്ഞ് ഉരുണ്ട് പിടച്ച് എന്റെ കൂടെ കുറച്ചനെ കളിക്കുകയൊക്കെ ചെയ്യാം. അപ്പം കുഞ്ഞുങ്ങൾ സമ്മതിക്കുന്നില്ല. തള്ളനെ അഴിച്ചപ്പോ തന്നെ കിടന്ന് കാറുമാണ്. എന്നാലും ഞങ്ങൾ വണ്ടിയോടെ പോയി കുളിച്ചിട്ട് നാളെ ഇവർക്ക് വാക്സിൻ ഉണ്ട്. അപ്പൊ ഞാൻ പോകുന്നതിന് ഇവിടെ കുളിപ്പിച്ച് വാക്സിനൊക്കെ എടുത്ത് ഒന്ന് പുള്ളി ചീവി ചെടയൊക്കെ കളഞ്ഞ് സുന്ദരക്കുട്ടപ്പനായിട്ട് നിർത്തുവാണെങ്കിൽ ഞാൻ വരുന്നോടം വരെ അടിപൊളിയായിട്ട് ഇരുന്നോളൂ. പിന്നെ ഇടയ്ക്ക് ഒരു 10-15 ദിവസം കൂടുമ്പോൾ ഇവരൊന്ന് കുളിപ്പിച്ചാൽ വന്നാൽ മതി. പിന്നെ വേറെ ഇവളങ്ങനെ കണ്ടമാനം പുല്ലിന്റെ അകത്ത് കഴിയുവോ മണ്ണിൽ കിടന്ന് ഉരുളുവോ അങ്ങനൊന്നും ചെയ്യാത്തോണ്ട് എപ്പോഴും രോമൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നത്. ചില ഇവളാണെങ്കിൽ ചെളിയാണെങ്കിൽ മഴയാണെങ്കിൽ ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങാനൊക്കെ മടി കാട്ടുന്ന കൂടുതലായിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ പോയി കുളിപ്പിച്ചിട്ട് വരാമേ. കുളിക്കാൻ പോവാ. ഞാനും ആറ്റി പോണെന്ന് ഓർത്ത് ഇരിക്കുവായിരുന്നു കേട്ടോ. പക്ഷെ മഴ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഇന്ന് ചേറമോളും ചേട്ടായും തന്നെ പോയി കുളിക്കും കേട്ടോ. ഞങ്ങൾ ഓടിപ്പോയി കുളിച്ചിട്ട് വരാം. എല്ലാരെ ഇട്ടിട്ട് വരാൻ മടിയാ. വണ്ടിയെ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ കണ്ടാണേ വണ്ടി ഇപ്പൊ എന്നെ നോക്കാതെ വണ്ടിയെ കയറാതെ എന്നെ വേണ്ട. ഓടിപ്പോ. കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് ചിലപ്പോ മണ്ടലോട്ട് ഓടും. തിരിച്ചു കയറി വരുന്നു നിന്റെ അടുത്തോട്ട്. അവനാണ് ഇവിടെ നിൽക്കുവല്ലായിരുന്നു. അതുകൊണ്ടാ അതേ കേറി കഴിഞ്ഞു. കേറി ഫ്രണ്ടിലാണോ ഇഷ്ടം? ഞാൻ തന്നെ നോക്കട്ടാ. എന്നാ ഫ്രണ്ട് ഇരുന്നാട്ടാ.
എന്നോട് ചോദിച്ചു എവിടെയാ കേറണ്ടേ? ആ എവിടെയാ കേറണ്ടേ? ഇവിടെ വാ. അപ്പുറ സൈഡിലാണോ ഞാൻ ഇരിക്കണ്ടേ? ഇപ്പുറ സൈഡിലാണോ? ഇവിടെ കേറിക്കോ, ഇവിടെ കേറി. ആ കേറി. എന്ത് നോക്കട്ടെ. ആദ്യം അവിടെ പോയി കേറിയേ. എന്നുവെച്ചാൽ ഞാൻ തന്നെ ഉള്ളല്ലേ അവളെപ്പോഴും ഫ്രണ്ടിലായിരുന്നു. ഞാൻ തന്നെ ഉള്ളെങ്കിൽ ഫ്രണ്ട് ഇരിക്കും, ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അവളെ പുറകെ കേട്ടോ. പോയാലും യാത്ര പോയാലും നമുക്ക് പോയാലും കഴുത്തേല് ചെയിൻ ഒരു കളഞ്ഞു കഴിഞ്ഞ ദിവസം. വേറെ ചെയിൻ ഇട്ടു. ആണോ? ഞാനിപ്പോ ലേസ് അങ്ങ് ഇട്ടെന്നുള്ളൂ. ചെയിനുണ്ട്, കഴുത്ത് ചെയിനുണ്ട്. വണ്ടി ലോറി പോന്ന നോക്കുക. ലോറി പോന്ന ഇതിന്റെ പുറകേന് പോയ നാളെ വരും. ആ ലോഡ് കൊണ്ട് പോകും. എല്ലാരും ഇതിനെ ഓട്ടോയിൽ കാണുമ്പോഴത്തേക്കുവേ അന്തം വിട്ട കുന്തം പോലെ എല്ലാരും നോക്കുന്നേ. നമ്മള് വലിയ വില കൂടിയ കാറും കൊണ്ട് പോകുന്നവരാണ് കൊണ്ടുപോകുന്നത്. എല്ലാവർക്കും ഭയങ്കര ഇതാണ്, ക്യൂരിയോസിറ്റി നോട്ടം കാണുമ്പോ അറിയാം. അച്ഛനും മോളും കൂടെ ആറ്റിലോട്ട് നടക്കുകയാണ്. ചെറിയ വഴിയാണേ. അപ്പുറത്തെ സൈഡ് ചെറിയൊരു ഓട ഒഴുകുന്നുണ്ട്. പിന്നെ മഴ പെയ്ത് നല്ല പുല്ലും കത്തിക്കും. അവിടെ കുഞ്ഞ് മഴ പെയ്യുന്നുണ്ട്. നനയും നമ്മള് നനയുവേല. നമുക്ക് നോക്കാം. നമ്മളാണെങ്കിൽ സീനില്ല, ഫോൺ നനയാതെ വെച്ചാ മതി. കുളിക്കാനാന്ന് അറിയത്തില്ലായിരിക്കും ചിലപ്പോ. ഇഷ്ടം കൊണ്ടാ ഓടുന്നേ. ആണോ? നമ്മൾ വന്നപ്പോ പെട്ടെന്നൊരു മഴ വന്നു. ഞാനും സാറക്കുട്ടിയും കൂടെ ഓടി ഇവിടെ പള്ളയുടെ സൈഡിൽ നനയാൻ നിന്നു. എന്നാലും നനഞ്ഞു കേട്ടോ. ഞാൻ നനഞ്ഞു. പിന്നെ അവള് പിന്നെ നനയുള്ളതാണ്. നാളെക്കുട്ടിയോട് പറഞ്ഞു വണ്ടിയിൽ പോയിരുന്നു, നനയുണ്ടെന്ന് പറഞ്ഞു. അതെ. അയ്യോ പെട്ടെന്നൊരു മഴ. ആ മഴ കുറഞ്ഞു. ഇനി അടുത്ത മഴയ്ക്ക് മുന്നേ കുളിപ്പിക്കണം. ലീഷ് ഒന്ന് കഴുകി വെക്കണേ. അവക്ക് വലിയ ഇഷ്ടം. നോക്കുന്നുണ്ടോ? നീ ഒന്ന് ഇറങ്ങിയാലേ ഞങ്ങൾക്കൊന്ന് ഇറങ്ങാൻ പറ്റുള്ളടാ. കണ്ട അവന്റെ കൂടെ മാത്രം ഇറങ്ങുള്ളേ, അല്ല ഇറങ്ങിയല്ല. കണ്ട എടാ ഒത്തിരി ഇറക്കിക്കൊണ്ട് പോണ്ടേ. ഭയങ്കര ഇഷ്ടമാണല്ലോ എടാ. എടാ നിന്നെ തള്ളിയിടുന്ന്. ഇഷ്ടപ്പെട്ട് ഒത്തിരി അപ്പുറത്തോട്ട് പോണ്ടേ. മഴ പെയ്യുന്നോണ്ടേ വെള്ളം കൂടുതൽ വരും. നമ്മൾ ഒരുപാട് ഇറങ്ങുന്നില്ല. ജസ്റ്റ് ഇവിടെ പെട്ടെന്ന് കുളിപ്പിച്ചിട്ടേ പോവാം അടുത്ത മഴയ്ക്ക് മുമ്പേ. ഇവിടെ ഒഴുകിപ്പോയ എന്റെ പൊന്നെ. ഒഴുകിപ്പോല ഇവിടെ ഇതിലും വെള്ളം ഉള്ളപ്പം ഞാൻ അക്കരെ നീന്തി കയറി. അപ്പൊ അതിന്റെ പുറകെ നീന്തി വരും. ആണോ? അവിടെ ഇരുന്ന് മടുക്കും. പക്ഷെ മടുക്കും. ഭയങ്കര ഇഷ്ടമാ വീട്. എന്നാ ഞങ്ങള് കുളിപ്പിച്ചിട്ട് കാണിച്ചു തരാവേ. അപ്പൊ ഞാനും കൊച്ചും കൂടെ പോയിട്ട് സേറാനെ കുളിപ്പിച്ചിട്ട് വന്നു കേട്ടോ. പയരു മഴയായിരുന്നു, ഫുള്ള് നനഞ്ഞു. പട്ടിക്കുഞ്ഞിനെ കുളിപ്പിച്ചിട്ടാണെങ്കിൽ തോർത്തിട്ട് കയറ്റി കഴിഞ്ഞ് വീണ്ടും മഴ കാരണം അവള് നനഞ്ഞു. പിന്നെ ഒരു വിധത്തിൽ ഞങ്ങൾ മൂന്നിനോട് തെത്തി കളിച്ച് ഇവിടെ വരെ എത്തി. ഞാൻ കുളി കഴിഞ്ഞ് വന്നുള്ളൂ കേട്ടോ. അപ്പൊ മാളക്കുട്ടി എനിക്ക് വേണ്ടി ഒരു സാധനം ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ 2 ദിവസം കൂടെ ഞാൻ ഉള്ളല്ലോ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും കാര്യമായിട്ട് തിന്നാൻ തരണമല്ലോ എന്ന് ഓർത്തിട്ടാന്ന് തോന്നും, അറിയില്ല. ബ്രെഡും മുട്ടയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഉണ്ടാക്കി തട്ടത്. 2 പേപ്പർ തന്നിട്ടുണ്ട്. എന്നാ വെച്ച് കഴിഞ്ഞാൽ എണ്ണ മുക്കിക്കളയാനെന്ന് പറഞ്ഞു. കൊച്ചിൻ്റെ ഡിഷ് വേറെ ഉണ്ടാക്കുമെന്നൊന്നുമില്ലേ. ഒന്ന് ട്രോളായിരുന്നു. ഉണ്ടാക്കി തന്നതല്ലേ, ഒന്നും പറയണ്ടല്ലേ. ഇവിടെ കമോൺ. സൂപ്പർ സാധനം, ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ടുണ്ട്. കരിഞ്ഞു പോവോ? ആണോ? ഒരെണ്ണം കൂടെ കിട്ടുവോ?
എടോ ഇറങ്ങി വാടോ, എല്ലാം പറിക്കാണ്ട് പോടോ. അപ്പം പഠിച്ചില്ലേ? ഇന്ന ചേട്ടായിട്ട് ഉടുപ്പ് പിടിച്ചോ. ചേട്ടായുടെ യൂണിഫോം അടിച്ചോ? ഷേപ്പ് അടിക്കാൻ കൊണ്ടുവന്നത്. അപ്പൊ രാവിലെ ഞാനും പപ്പയും അമ്മയും കൂടെ ഉപ്പുവറ പോയി കുറച്ചേറെ പരിപാടികളുണ്ട് നമുക്കിന്ന്. കണ്ടേ കുട്ടമ്മനെ കാണിച്ചിരാം കേട്ടോ. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയ കുറച്ച് പ്ലാനും പദ്ധതിയൊക്കെ ഉണ്ട്. അതിനുവേണ്ടി കുറച്ച് പലകയൊക്കെ എടുക്കാൻ വേണ്ടി മില്ലിൽ പോയത് കേട്ടോ. മഴ പെയ്യുമോ അപ്പാ? ഇന്നും പെയ്യുമോ? ഇന്നലെ ഒന്നും പെയ്തില്ല, 2 ദിവസം പെയ്തില്ല, പെയ്യുമായിരിക്കും. ഇറക്കിയാലോ? വിശക്കാൻ തുടങ്ങിയോ? ഞാൻ ചെന്നിട്ട് കറിയൊക്കെ വെക്കട്ടെ കേട്ടോ. നിങ്ങളിതൊക്കെ പറക്കിയൊക്കെ വെക്കാം. ശരി. ഇത് നമ്മുടെ സേറമോക്കുള്ള അരിയാ കേട്ടോ. ഇപ്രാവശ്യത്തെ അരി അത്ര മെച്ചമല്ലെന്ന് തോന്നുന്നു കേട്ടോ കുട്ടാ. ഇതുകൊണ്ടോ വണ്ടുണ്ട്. അത് വെയിലിട്ട് കളഞ്ഞിട്ട് എടുത്താൽ മതി. നമുക്ക് അവരോട് പറഞ്ഞാൽ അവർ മാറ്റി തരും. നോക്കാം. നിങ്ങൾ ഇറക്കുവേ. നല്ല നീട്ടുണ്ടല്ലോ അപ്പാ. ഇത് അമ്മയ്ക്ക് വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് കിട്ടിയല്ലോ മെയിനായിട്ട്. ഉണ്ടോ? സൂപ്പർ നൈറ്റ് കേട്ടോ. എന്റെ സെലക്ഷനാ കേട്ടോ. കൊച്ചു മേടിച്ചാണ്, എന്റെ സെലക്ഷനാ. ചേട്ടായി എടുത്തോളാൻ പറഞ്ഞു. ഒറ്റ നോട്ടത്തിലെ കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു. അമ്മ ഇത് നല്ല നൈറ്റി എടുത്തോളാം നീയാ പറഞ്ഞു. ഇത് എടുത്തോളാം ഞാൻ കയ്യിലോട്ട് കൊടുക്കുക ഇത്. ആൾക്കുട്ടിയുടെ മുടിയിലൊക്കെ എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. ആൾക്കുട്ടിയുടെ മുടിയെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴേ അഴിച്ചൊക്കെ ഇട്ടോണ്ട് നടന്നിട്ട് എല്ലാം പോയി, കാറ്റ് കൊണ്ടിട്ട് മൊത്തം പോയി. ഇനിയിപ്പം വീട്ടിൽ ഇരിക്കുമല്ലേ, എല്ലാം ഒന്ന് എണ്ണയൊക്കെ തേച്ച് സെറ്റാക്കി എടുക്കണം. ആൾക്കുട്ടിക്ക് നമുക്ക് ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ ഇഷ്ടംപോലെ മുടി ഉണ്ടായിരുന്നു കേട്ടോ. അതെ, പിന്നെ ശ്രദ്ധിക്കണം. പിന്നെ എണ്ണവർക്കൊന്നും ഇല്ലാണ്ടായിപ്പോയപ്പോ പിന്നെ മുടി വളർന്നില്ല. മുടി സൂക്ഷിച്ചാലേ മുടി ഉണ്ടാവുള്ളൂ. അത് ശരിയാ. ഇല്ലെങ്കിൽ മുടി മൊത്തം പോകും. ഉണ്ടെന്ന് പറഞ്ഞൊന്നും കാര്യമില്ല. മുടി നല്ലോണം പിന്നിയൊക്കെ ഇട്ട് കെട്ടി വെച്ചോണ്ടൊക്കെ അഴിച്ചിട്ടോണ്ട് നടന്നാ മുടി പോകും. മാളക്കുട്ടിയുടെ മുടി ഇത്രയൊന്നും അല്ലായിരുന്നു. നേരത്തെ ഇങ്ങനെ പിടിച്ചാല് ഇങ്ങനെ നിൽക്കുകയല്ലായിരുന്നു, പിന്നെ വരെ പാടായിരുന്നു. ഇപ്പൊ അതൊക്കെ പോയി മോളെ. ഇനി ഒന്നേന്ന് ഞാൻ എണ്ണയൊക്കെ തേച്ച് സംരക്ഷിച്ച് എടുത്ത് വളർത്തി കൊടുക്കണം. മുടി പോകാൻ തുടങ്ങിയപ്പോ അമ്മയ്ക്കൊരു പേടി, ഞാൻ മൊട്ടച്ചായി പോകുന്നത്. എന്നും പിടിച്ചിട്ട് എണ്ണയൊക്കെ തേച്ച് തരും. അല്ല എണ്ണ വെക്കുകയല്ലായിരുന്നു, എണ്ണ വെക്കാതെ കേട്ടോ എന്റെ മുടി പോയേ. അതല്ല സൂക്ഷിച്ചിട്ടായിരുന്നു. ഇവിടെ കെട്ടി വെക്കല്ല, കൂടുതൽ അയച്ചിട്ട് നടക്കും. സ്കൂളിൽ പിള്ളേരെല്ലാം അയച്ചിട്ടുണ്ടോ വരുന്നേ. ഞാൻ PTAക്കൊക്കെ പോകുമ്പോൾ കാണുന്നുണ്ടല്ലോ, എല്ലാ പിള്ളേരും ഇവിടെ ഒരു ക്ലിപ്പ് ഇടും മണ്ടയിലോട്ട്. എന്നിട്ട് ഇങ്ങനെ അങ്ങ് ഇടുക. ഇങ്ങനെ ഇടുമ്പോ ഈ മുടി എല്ലാം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കാറ്റ് കൊണ്ട് കിടക്കുമല്ലേ. അങ്ങനെ പിള്ളേരുടെ മുടി മൊത്തം പോകുന്നേ. അയ്യോ, ഇനി പണി ചെയ്യാൻ കഴിയാതായി. ഇപ്പൊ അല്ലേ എണ്ണീറ്റേ, ഇനി ഉറങ്ങാൻ പോകണോ? ഉറക്കം വരുന്നു. മാളക്കുട്ടിക്ക് തല എണ്ണ വെച്ച് കഴിയുമ്പോണ്ടല്ലോ എന്നും മാളക്കുട്ടിയുടെ മുഖം ഇങ്ങനെ ചുമ്മാ ഇച്ചിരി എണ്ണമയം വെച്ച്, സാധാരണ എണ്ണമയമൊക്കെ തേച്ചാൽ മുഖത്ത് പിമ്പിൾസ് ഒക്കെ ഉണ്ടാവും എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാകുമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന എന്നും വെളിച്ചെണ്ണയല്ലേ, അതങ്ങനെ തേക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇന്നുണ്ടോ നല്ല ചുണ്ടും നല്ല കിറിയും നല്ല താടി കവളും ഒക്കെ വരട്ടെ. ചെറുതായിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ രാവിലെ ഒരു മസാജ്. അല്ലെങ്കിലും നമ്മുടെ ദേഹം നിറച്ചെണ്ണ തേച്ച് കുളിക്കണം എന്നാ പറയാൻ കേട്ടോ. അത് പപ്പായൊക്കെ ഈ ഞായറാഴ്ച ദിവസം ചുമ്മാ ഇരിക്കുമ്പോൾ എണ്ണയൊക്കെ തേക്കുമ്പോൾ ഞാൻ എടുക്കും ചുമ്മാ ആണേ. ഈയിടെ ഞങ്ങൾക്ക് മറ്റേ ഐ കെയറിങ്, ഹെയർ കെയറിങ്, പിന്നെ ഇയർ ക്ലീനിങ് അങ്ങനെയൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ഉണ്ട് ഒരു സംഭവം ഉണ്ട്, ബോഡി ഫുൾ എണ്ണ തേക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ബ്ലഡിന്റെ സർക്കുലേഷൻ ഉണ്ടാവും, ഇമ്പ്രൂവ് ആവും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ നമ്മുടെ വീട്ടിൽ അപ്പൊ പിള്ളേരോട് വർത്താനം പറയാൻ കേട്ടോ പോയിന്ന്. അതെ അതെ, അതുങ്ങളെ ഒച്ച പപ്പ അങ്ങോട്ട് ചെന്നോണ്ടാ അതുങ്ങൾ കിടന്ന് കുറയ്ക്കുന്നത്. പപ്പായ ഇപ്പം എവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയല്ല, അന്നേരം കുറെ. ഇപ്പൊ അതുങ്ങൾ വളർന്നല്ലോ, അതുകൊണ്ട് ഇവിടെ എല്ലാ ഞായറാഴ്ചയും പപ്പ എണ്ണ വെച്ച് കുളിക്കും. പൊന്നു കുഞ്ഞായിരുന്നപ്പോഴൊക്കെ ഉണ്ടല്ലോ പപ്പായും അവളും കൂടെ ഞായറാഴ്ച എണ്ണ തേച്ചിട്ട് ഒരു മണിക്കൂറും മുറ്റത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞ് നാളെ മുതൽ ഞാൻ കാണുന്നതാണ് കുട്ടികളുടെ എണ്ണ തേച്ച് കുളിക്കുന്നത്. ആ ശീലം ഈ പിള്ളേർക്കും ഉണ്ട് കേട്ടോ. ഇവളാണേലും ഞായറാഴ്ച ഇച്ചിരി എണ്ണമയൊക്കെ തേക്കും. പൊന്നും അവിടെ ആയിട്ട് പോലും ലീവ് കിട്ടുമ്പോൾ ഒരു ദിവസം ഫുള്ള് എണ്ണയൊക്കെ തേച്ച് എന്നടുത്ത് അമ്മാനെ ചോദിക്കും, ഞാൻ എണ്ണയൊക്കെ തേച്ച് ഇരിക്കുമെന്ന് പറയും. 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടേ കുളിക്കുള്ളൂ. അങ്ങനെ ഒരു ശീലമുണ്ട്. ഇപ്പോൾ ഒരാള് 2-3 ദിവസമായിട്ട് കഷ്ടപ്പെട്ട് ഭിത്തി കുളമാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ആദ്യം ഒരു ചെറിയ പടം വരച്ചു വെച്ചിരുന്നു, അത് മായിച്ചിട്ട് ഇപ്പൊ അടുത്തത് വരയ്ക്കുന്നുണ്ട്. അത് ഞാൻ പെയിന്റ് അടിച്ചു, ഫുള്ള് വെള്ളം അടിച്ച്. ആൾക്ക് തന്നെ സ്വന്തമായിട്ട് പെയിന്റ് അടിക്കാനൊക്കെ അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല.
എന്തെങ്കിലും തെറ്റിപ്പോയാലും അവിടെ തന്നെ വേറെ പെയിന്റ് അടിച്ചിട്ട് പുതിയത് വരയ്ക്കുന്ന പുതിയത് വേറെ വരയ്ക്കും കേട്ടോ. ഇപ്പൊ ഇതെന്താണോ ഉദ്ദേശിക്കുന്നേ? ഇതെന്നാ ഈ കൂട്ടിലിട്ടിരുന്ന കിളികളാണ് ഇത് രണ്ടും. പറന്നുപോയോ? അപ്പൊ കൂട് തുറന്നു വിട്ട് പറന്നുപോയി. ഓ, ഇവിടെ മറ്റേ നീലയും മഞ്ഞയും പൂ വരും. എല്ലാം ഫുള്ള് വരയ്ക്കുന്നേ ഉള്ളു. പൂക്കളൊക്കെ വരയ്ക്കുന്നേ ഉള്ളു, പൂക്കളും ഇലയും ഒക്കെ. ബാക്കി മൊത്തം ഇത്രേ ഉള്ളു കേട്ടോ. പിന്നെ അപ്പറൊക്കെ പെയിന്റ് അടിക്കുന്നേ ഉള്ളു, അതുകൊണ്ടാണ് അവിടേക്ക് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ പറയട്ടെ, ഈ പ്ലഗിന്റെ അവിടെ നിന്ന് ഒരു മഞ്ഞയും അല്ലെ ചുവപ്പും കറുപ്പും കൂടെ ഒരു 2 ലൈൻ ഇങ്ങനെ കൂടെ, എന്നിട്ട് അവിടെ ഒരു ബൾബും വരച്ചു വെക്ക. അപ്പൊ സെറ്റപ്പ് വരയ്ക്കും. ആ, അതായത് ഇവിടെ സ്വിച്ച് ബോർഡല്ലേ, ഈ സ്വിച്ച് ബോർഡിൽ നിന്ന് കുത്തി ആ കിളിക്കൂട്ടിട്ട് ഒരു ബൾബ് ഇട്ട് കൊടുക്ക. അതെങ്ങനെയുണ്ട്? വേണ്ട. എങ്ങനെയുണ്ടോ, കൊള്ളാവോ? ആ, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുള്ള് വരച്ചില്ലല്ലോ. നേരത്തെ മരം എന്ന് പറയുമ്പോ ഇവിടെ തൊട്ടിത്തറ ഉള്ളായിരുന്നു. അത് മണ്ടാലോട്ട് ചുമ്മാ ഞാൻ ഇങ്ങനെ ബ്ലാക്ക് ആയിട്ട് വരച്ചേക്കാം. അപ്പൊ അമ്മയ്ക്ക് എപ്പോഴും പരാതിയായിരുന്നു, ബ്ലാക്ക് കൊള്ളത്തില്ല, ബ്ലാക്ക് വേണ്ട റൂമിന്റെ അകത്തേന്ന് എപ്പോഴും പറയായിരുന്നു. അമ്മയ്ക്ക് ഇഷ്ടമൊക്കെയാന്ന് പറഞ്ഞു. ഞാന് ഈ പടം വരച്ചു കഴിഞ്ഞപ്പോ രാമ എന്നോട് പറഞ്ഞു എനിക്ക് മറ്റേ പടമായിരുന്നു ഇഷ്ടമെന്ന്. അപ്പൊ ഓരോരുത്തർക്ക് ഓരോ ഇതല്ലേ. അന്നേരം പിന്നെ ഇത് വരച്ച് കൊടുക്കാന്ന് വെച്ചു. അമ്മ പറഞ്ഞു തടിക്ക് മറ്റേ ഇത് വരച്ചാൽ മതി എന്ന് പറഞ്ഞു, ബ്രൗൺ ഷെയ്ഡ് വരച്ചാൽ മതി. അതുകൊണ്ട് ബ്രൗൺ ഷെയ്ഡൊക്കെ പോയി പപ്പാനെ കൊണ്ട് മേടിച്ച് അടിക്കുവാ. ഓക്കെ, അപ്പൊ എല്ലാം വരച്ചിട്ട് കൊച്ച് 2 ദിവസം കഴിയുമ്പോ ഇടുന്നതായിരിക്കും കേട്ടോ വീഡിയോ ഒക്കെ. വീഡിയോ ഇടുന്നതായിരിക്കും. വരച്ചോ. നല്ലത് നോക്കിയാൽ ഒരെണ്ണം പഴുപ്പിക്കാനായിട്ട് വെച്ചാൽ മതി. നല്ല മൂത്ത നോക്കി പറഞ്ഞിടുവാണെങ്കിൽ പഴുപ്പിക്കാം. ഒരാളിവിടെ നിൽപ്പുണ്ട് കേട്ടോ, നിർദ്ദേശം കൊടുക്കുക. അമ്മ പച്ച ഇടുവാണെങ്കിൽ ഒരെണ്ണത്തിന്റെ പകുതി ഞാനും കൊണ്ടുപോക്കണം വറുത്തോണ്ട്. ചക്ക ഉണ്ട് കേട്ടോ ഈ വട്ടം, അത്യാവശ്യം എല്ലാ പ്ലാവിലും ചക്കയൊക്കെ പിടിച്ചിട്ടുണ്ട്. പാവം കുട്ടുമ്പോൾ രാവിലെ വലിഞ്ഞ് പ്ലാവേ കയറി എല്ലാം മൂത്ത് കിടക്കും കേട്ടോ. ഒരെണ്ണം ഏറ്റവും മണ്ടലങ്ങ് പഴുത്തും പോയി. ഏറ്റവും മണ്ടലൊക്കെ കഴിഞ്ഞ ദിവസം ഒരു പഴം കിട്ടി, ഇതിന്റെ അല്ലേ കിട്ടി? എന്നെ മധുരമായിരുന്നു, നല്ല മധുരമായിരുന്നു. വരിക്കച്ചക്ക കേട്ടോ. ഒരെണ്ണം വെട്ടി എടുക്കുവാണെങ്കിലേ നിനക്ക് വറുത്ത് തന്നുവിടാം, കൊണ്ടുപോയി കഴിക്കാൻ. ആ, ഇടാ. അതിലൊക്കെ ചേച്ചിട്ട് കേട്ടോ, അതിലൊക്കെ ചേച്ചിട്ട് കേട്ടോ. നമ്മളാ ഇവിടെ സ്വന്തം പ്ലാവ് പോലെ ഇടുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതെ ചേച്ചി അഴിച്ചു പഠിക്കട്ടെ. അപ്പൊ അത് ഇച്ചിരി കൂടെ മാറ്റിയിട്ടില്ല, അവിടെ 2 കമ്പുണ്ട്, അതിന്റെ ഇടയ്ക്ക് ഇരിക്കും. ഓക്കെ, ശരി, സെറ്റ്. അയച്ചുകൂടിയല്ലേ മേ? ഞാൻ പറഞ്ഞ ഇറങ്ങി, എൻ്റെ കാലം ചെരുപ്പില്ല. ഇങ്ങോട്ട് തന്നെ വിട്ടോ, ഇങ്ങോട്ട്. ആ, കയറി കാണിച്ച്. എവിടെയായിട്ട് വലിക്കുന്നേ? അല്ല, ഞെടുപ്പാലൊന്നും അല്ല. മാറിയിരിക്കുക, കപ്പളങ്ങ പറിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചക്ക വല വീഴും. അടുത്ത പറഞ്ഞു. കണ്ട് ഒരാള് രാവിലെ തൊട്ട് എന്റെ യൂണിഫോം ഒക്കെ തേച്ച് വെക്കും കേട്ടോ. തേക്കാനോ? 4 ജോഡിയുണ്ട് ടോട്ടൽ കേട്ടോ. 2 ഷർട്ട് 2 പാൻറ്റും ഉണ്ട്. അപ്പം എനിക്ക് കിട്ടിയത് ഭയങ്കര വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലുതായിരുന്നു. ബെൽറ്റ് ഇട്ടിട്ട് പോലും നിൽക്കണില്ലായിരുന്നു കേട്ടോ. അപ്പം ഇത്തിരി ഒന്ന് ഷേപ്പ് അടിച്ച് ഞാൻ, ഇത് ഭയങ്കര വലുതായിരുന്നു. 60 സംതിങ് കണ്ടാന്ന് തോന്നുന്നു എൻ്റെ നമ്പർ കിടന്നത്. ഭയങ്കര വലുതായിരുന്നു. ഞാൻ എന്നിട്ട് കൂട്ടുകാരുടെ മാറ്റിട്ടുണ്ടോ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരുന്നത്. ഇത് കൊണ്ടൊന്ന് അടിച്ചിട്ടുണ്ട്. ഒന്ന് സെറ്റാക്കി ഇട്ടിട്ട് പോകണം. കൊച്ചെല്ലാം തേച്ച് മടക്കി വെക്കോട്ടെ, 2 ദിവസം കൊണ്ട് എനിക്കും പോകണ്ടേ. അപ്പൊ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്തുള്ള ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക.
അരികെ നടക്കണേ അലയും ചുടുകാറ്റിനു കൂട്ടിണയായി നാം ഒരു നാൾ കിനാക്കു